ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ പഴമാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്തത് നോക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാളയംതോടൻ പഴമാണ് എടുത്തേക്കുന്നത്. നിങ്ങളതിൽ ഞാലിപ്പൂവനാണെങ്കിൽ അതായാലും എടുത്താൽ മതിയാവും. ഇനി അത് നന്നായിട്ട് ഒന്നും ഉടച്ചെടുക്കാം. ഞാൻ ചെറിയൊരു സ്പൂൺ കൊണ്ടാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് വളരെ വേഗം അങ്ങനെ ഉടച്ചെടുക്കുക ഇച്ചിരി കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാനൊരു സ്മാഷർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്പൂൺ കൊണ്ടോ സ്മാഷർ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് നന്നായിട്ടൊന്നും ഉടച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ താഴെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നും കേട്ടോ ഈ സ്നാക്ക് കഴിക്കുമ്പോൾ. അതെ, ഞാനെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് നെയ്യിലൊക്കെ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആവും കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പഴത്തിനൊക്കെ നല്ല മധുരമാണ്. അപ്പോഴും വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ മോനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാവേ. കൈവച്ച് തന്നെ ഒന്ന് മിക്സാക്കിയാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വെള്ളയവലായിരുന്നു ഉള്ളത്, അതുകൊണ്ട് വെള്ളയവൽ ചേർക്കുന്നു. അവലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പം അവലും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ അവലൊക്കെ ചേർക്കുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കിട്ടുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ പൊടിച്ച് ചേർക്കാം, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം. ഞാനിവിടെ ലഡുവിൻ്റെ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഒക്കെ ആക്കിയെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാം ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം അതേപോലെ ഷേപ്പാണ്, അത്ര പെർഫെക്റ്റ് ഷേപ്പൊന്നും അല്ല, ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഓരോ ലഡുകളും എടുത്ത് നമുക്ക് അതിനകത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ പാൽപ്പൊടിക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ലഡുവും നമുക്ക് അങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്വീറ്റ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.